ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് PG പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ച കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ. ഞാനും PG പരീക്ഷ മാറ്റിവെച്ചെന്നുള്ള കാര്യം അറിഞ്ഞു. പക്ഷെ പ്രത്യേകിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ MBBS കഴിഞ്ഞ് അടുത്ത് PGയിലേക്കുള്ള നീറ്റ് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാൻ നിൽക്കുമായിരുന്നു. അപ്പോഴായിരുന്നു എക്സാം ക്യാൻസൽ ചെയ്ത് അറിഞ്ഞത്. ഏട്ടൻ നല്ല വിഷമത്തിലായിരുന്നു. കാരണം ഇത് 3rd ടൈമാണ് ഈ നീറ്റ് മാറ്റി വെക്കുന്നത്. അവരെത്ര കഷ്ടപ്പെട്ടിട്ട് അത് പ്രിപ്പയർ ആവുന്നത്, അതിന് ഫുൾ എക്സാം എഴുതാൻ എല്ലാം റെഡിയായി എല്ലാം ആയപ്പോൾ പെട്ടെന്ന് രാത്രി ന്യൂസ് വഴിയാണ് ഇവരിത് ക്യാൻസലായ വിവരം തന്നെ അറിഞ്ഞത്. ശരിക്കും ഇത് നമുക്ക് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, കുറച്ചും കൂടി എക്സാം നീട്ടി കിട്ടിയില്ല, പഠിക്കാനുള്ള സമയമാണ്. പക്ഷെ ഇൻഫാക്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എത്രത്തോളം സമയം നീട്ടി കിട്ടുന്നു അത്രത്തോളം പഠിക്കാനുള്ള ടെൻഡൻസി നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് ക്യാൻസലാക്കാൻ തീരുമാനിച്ച കുറച്ച് സമയം മുമ്പാണെങ്കിലും എക്സാം ബോർഡ് കുട്ടികളെ നേരത്തെ ഇൻഫോം ചെയ്യേണ്ടതായിരുന്നു. അവർ ഇമെയിലിലോട്ടാണെങ്കിലും മെസ്സേജ് ചെയ്ത് അങ്ങനെ അറിയിക്കേണ്ടതായിരുന്നു. ഇതിപ്പോൾ പ്രിപ്പയർ ആയ സ്റ്റുഡൻസ് എല്ലാം നൈറ്റ് ന്യൂസ് കണ്ടറിഞ്ഞു. ഇപ്പം ഞാൻ ന്യൂസ് കണ്ടപ്പോൾ കുറേ പേർക്ക് ദൂരം തമിഴ്നാട്ടിലെല്ലാം സെൻറ്റർ കിട്ടിയവരാണെങ്കിൽ അവർക്ക് സെൻറ്റർ കൺഫർമേഷൻ കിട്ടിയതിന് 2 days ബിഫോർ അത് ഇവരെ മെയിലിലേക്ക് വന്നേ. അതും എല്ലാവരും മെയിലിലേക്കും അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുമില്ല. എന്നാലും കുറേ പേര് ട്രാവലർ ആക്കിയിട്ടാണ് ദൂരം സെൻറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ട്രാവലറിന് തന്നെ 35,000 അടുത്ത് എമൗണ്ട് വന്നു. അപ്പോൾ അവർ പറയുന്നത് അവർ സമയം നഷ്ടമായി, അവർ പൈസ നഷ്ടമായി. ഇത് മുമ്പേ അറിയാത്തതുകൊണ്ട് തന്നെ പഠിച്ചിട്ട് ഇനിയിപ്പോൾ അതും ഇല്ലാണ്ടായി. അങ്ങനെ ഒരു വിഷമത്തിൽ അവർ ന്യൂസ് പറയുന്നത് ഞാൻ കേട്ടത്. ശരിക്കും ഇതുപോലെയുള്ള സെൻട്രലൈസ്ഡ് എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇതുപോലെയുള്ള കാര്യം എന്താ പാറ്റേൺ ആയിട്ട് പാലിക്കാത്തതെന്ന് എനിക്ക് കൺഫ്യൂഷനായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം NTA DG ആയ സുബോധ് കുമാറിനെ നീക്കിയിട്ട് ഒരു ടെമ്പററി ആയിട്ട് റിട്ടയർഡ് IAS പ്രതീഷ് സിംഗിനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ടെമ്പററി ആയിട്ടാണ് അവർക്ക് ചാർജ് കൊടുത്തത്. ഇനിയിപ്പോൾ എക്സാം ഡേറ്റ് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടെങ്കിലും ഏകദേശം 1 month അടുത്ത് എന്തായാലും ആവും. കാരണം അവർക്ക് പുതിയൊരു ബോർഡ് രൂപീകരിക്കണം, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കണം, അതേപോലെ ഇനി കുട്ടികൾക്കായിട്ടുള്ള സെൻറ്റേഴ്സ് കണ്ടുപിടിക്കണം, അവർക്ക് സെൻറ്റേഴ്സ് അലോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഏകദേശം 1 month അടുത്ത് എടുക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള PG പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഇത് വലിയ ബുദ്ധിമുട്ടാണ് എനിക്കറിയാം. കാരണം ഇപ്പോൾ എൻ്റെ ഏട്ടൻ ഇന്നലെ വിഷമം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം ആയിരിക്കണം അത് അവർക്ക് ഒരു ബുദ്ധിമുട്ട് തന്നിട്ടുള്ളതെന്ന്. അപ്പം നീറ്റ് എക്സാം പോസ്റ്റ്പോൺ കാരണം അതിന് പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസ് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ ചോദിച്ചു നോക്കാം. അതിപ്പോൾ എൻ്റെ ഏട്ടനോട് ഞാൻ ചോദിക്കാം എന്തൊക്കെയാണ് പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നവർക്ക് എങ്ങനെയുണ്ട് അതൊക്കെ ഞാൻ ചോദിക്കാം. ഹലോ ഇതേട്ടാ, അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ എക്സാം പെട്ടെന്ന് മാറ്റി വെച്ചല്ലോ. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്? ഹലോ, ഒരുപാട് മാനസിക സംഘർഷങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷമായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് ഫേസിൽ, അതായത് എക്സാമിന് തലേ ദിവസം ഏകദേശം ഒരു 10 മണി ആയപ്പോഴുണ്ട്. അതായത് ഞങ്ങളൊക്കെ എന്താ പറയേണ്ടത്, സാറന്മാർ പറയുന്ന പോലെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങേണ്ട സമയത്താണ് പെട്ടെന്ന് ഒരു ന്യൂസ് വരുന്നു, എക്സാം ക്യാൻസൽ ചെയ്തു. അങ്ങനെ എക്സാം ക്യാൻസൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു സമയത്തുണ്ടായിരുന്നത് ഒരു അന്താളിപ്പാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് പോലും നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മളങ്ങനെ ആലോചിച്ചിരിക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ സാധാരണ ആ സമയത്തൊന്നും ഒരിക്കലും ഒരു എക്സാം ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ഏതൊരാളുടെ ഒരു എക്സാം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എല്ലാ പ്രിപ്പറേഷൻ്റെ ഒരു എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാനത്തെ ഒരു 1 വീക്കിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ അത്രയും സ്ട്രെസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നുണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു പീക്കിൻ്റെ എക്സ്ട്രീമിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നോളജിൻ്റെ പീക്കുമാണ് ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആ ഒരു സമയത്ത് എക്സാം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസിനേക്കാളും വേസ്റ്റായിട്ട് ഈ ഒരു സമയത്ത് ഒരു മനുഷ്യൻ്റെ പഠന കാലയളവിൽ ഒരു സാധനം ഉണ്ടാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും
പിന്നെ അനുഭവിക്കാത്ത എന്താ സത്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു കഥ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടത്, അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വേർഡ്സ് ഇല്ല. ഇനി എന്താ പറയുന്നത്, അവർ നീട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു പ്രത്യേക ഡേറ്റിലേക്കൊന്നുമല്ല, അതായത് ഇൻഡെഫിനിറ്റ് ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നടത്തും എന്നുള്ള രീതിയിലാണ് അവർ നീട്ടിയേക്കുന്നത്. അപ്പം ഇനി അടുത്ത ഡേറ്റ് വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഇന്ന് വരുമോ നാളെ വരുമോ, അവരുടെ ഓരോ എന്താ പറയണ്ടേ വായിന്ന് മുത്തു പൊഴിയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണം. എത്ര നേരത്തെ അവർ നടത്തുന്നു പറഞ്ഞാൽ ഏകദേശം 1 മന്തിൻ്റെ അടുത്ത് ആവുമല്ലോ. കാരണം ഇനിയിപ്പോൾ പുതിയ ബോർഡ് രൂപീകരിക്കാനും ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കാനും എക്സാം ഹാൾ റെഡിയാക്കാനും എല്ലാം എന്തായാലും 1 മന്തിൽ കുറയാതെ ആവൂലേ? അപ്പം അതുവരെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ല റിലാക്സ് ആവുന്നതാണോ? ഇപ്പം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം അത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് അതിൻ്റെ എന്താ ആ ഒരു മാക്സിമത്തിൽ എത്തുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് നമ്മൾ ഒരു ആ പ്രിപ്പറേഷനിൽ വരുന്ന സമയത്ത് നമുക്ക് ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്ക് ഇനി എത്ര കാലം പ്രിപ്പയർ ചെയ്യണമെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് ഒരു നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയേണ്ടത്, അയാൾക്ക് കിട്ടാൻ വേണ്ടിയിരുന്ന ഒരു മാർക്ക് ഉണ്ടാവൂലേ, അവിടെ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴത്തോട്ടേക്കുള്ള പോക്കേ ഈ ഒരു എന്താ പറയേണ്ടത് പോസ്റ്റ്പോൺമെന്റിനെ കൊണ്ട് ഈ ഒരു എക്സാം പോസ്റ്റ്പോൺ ചെയ്തതിനെ കൊണ്ട് ഉണ്ടാവാൻ വേണ്ടി പോകുന്നുള്ളൂ. അതായത് പ്രിപ്പറേഷൻ എന്തായാലും ബാക്കോട്ടേ പോവുള്ളൂ. ഇനി കിട്ടുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച സാധനത്തിനകത്ത് നിന്ന് നമുക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ പെട്ടെന്ന് നടത്തുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിവരം ഇല്ലാണ്ടാവും. പെട്ടെന്നൊരു 2 വീക്ക് 3 വീക്ക് കഴിഞ്ഞ് എക്സാം എന്ന് പറഞ്ഞാലും നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ എന്താ പറയേണ്ടത്, എത്ര അടുത്ത് വന്നാലും എത്ര ലേറ്റായി വന്നു കഴിഞ്ഞാലും ഇതൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡേറ്റ് വരുന്നോ അത്രയും നല്ലതാവാനുള്ള ചാൻസേ ഉള്ളൂ. കുറച്ചും കൂടി ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ച് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി എഫക്റ്റീവായി പഠിക്കാൻ പറ്റുക. ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സന്ദർഭത്തിലും കൂടി ആവുന്ന സമയത്ത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യമായി എല്ലാവരും ഇപ്പോൾ ന്യൂസിൽ പറഞ്ഞ എല്ലാവർക്കും എക്സാം സെൻറ്ററിൻ്റെ മെയിൽ കറക്റ്റായിട്ട് വന്നില്ല, വന്നത് 2 days ബിഫോർ ആയിട്ടാണ് വന്നത്. അങ്ങനെയൊക്കെ ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു. ഏട്ടനും എങ്ങനെയായിരുന്നു എക്സാം സെൻറ്ററിൻ്റെ കാര്യവും അതെല്ലാം കറക്റ്റ് മെയിൽ വഴി വന്ന് എല്ലാവർക്കും അങ്ങനെ കറക്റ്റ് വന്നോ? അതിലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അവർ ഓരോ ബാച്ചായിട്ടാണ് ഇറക്കുന്നതെന്നുള്ള രീതിയിൽ എങ്ങാണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് വരുന്നു എന്ന് പറഞ്ഞ ദിവസത്തിൻ്റെ അന്ന് വൈകിട്ട് തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ വളരെ ദൂരമുള്ള ആൾക്കാർക്കായിരിക്കും മിക്കവാറും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുക. കാരണം എന്ന് പറയുന്നത് ഒന്നാമത് ഇവർ പിന്നെ ഈ NBMSകാർ പിന്നെ ഈ ഒരു ഹോൾ ടിക്കറ്റ് ഇടാൻ തന്നെ ഒരുപാട് ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്ത് യാത്ര ചെയ്യേണ്ട ആൾക്കാർക്ക് പിന്നെ ആ ഒരു ട്രാവലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതായത് കുറച്ച് ദൂരമൊക്കെയാണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോൾ ടിക്കറ്റിനകത്ത് അവരെ എക്സാം സെൻറ്റർ ദൂരം കിട്ടിയ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ. അത് തന്നെ, എക്സാം ഡേറ്റും അടുത്താവട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് അടുത്ത പരിപാടി? പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണോ അല്ല കറക്റ്റ് അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത ശേഷമാണോ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? വെച്ചിട്ട് ഇന്നത്തേക്ക് 2ാമത്തെ ദിവസമായിട്ടുണ്ട്. പിന്നെ അപ്പോൾ പ്രിപ്പറേഷൻ്റെ കാര്യമൊക്കെ കണക്ക് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോപ്പ് വന്നതിന് ശേഷം പിന്നെ പുസ്തകം തുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതായത് ഇന്ന് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്ന് വൈകിട്ട് തൊട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എന്താ പറയുന്നത്, ഇവിടുന്ന് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വെക്കേറ്റ് ചെയ്ത്, അതായത് ഇവിടുത്തെ ഓണറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഇതുവരെ എനിക്ക് തിരിച്ചൊരു പഠിത്തത്തിൻ്റെ മൈൻഡ് സെറ്റിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് ഇനിയിപ്പോൾ ഒരു കോപ്പപ്പ് ചെയ്യാൻ തന്നെ നമുക്ക് മിക്കവാറും അതായത് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു എന്താ പറയുന്നത്, ഇനി ആ ഒരു പീക്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത്
പിന്നെ ടാക്കിൾ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ബാക്കിയുള്ള എന്നെ മാത്രമല്ല ബാക്കിയുള്ള പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ എല്ലാവരും ആ ഒരു ട്രാക്കിലേക്ക് എത്തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇനിയിപ്പോൾ എന്താ പറയേണ്ടത്, എക്സാമിൻ്റെ ഡേറ്റും അതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ മോഡ് ഓഫ് പ്രിപ്പറേഷനൊക്കെ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് എന്താ ആസ് സൂൺ ആസ് പോസിബിൾ ഡേറ്റ് വരട്ടെ. പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നല്ലൊരു രീതിയിലേക്കുള്ളൊരു മാർക്ക് മേടിക്കാനും നല്ലൊരു റാങ്ക് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവും. പിന്നെ ഒന്നും പറയാൻ പറ്റൂല. എന്താ പറയേണ്ടത്, ഡേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ഇനിയിപ്പോൾ എന്താ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്തായാലും സത്യം പറഞ്ഞാൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ മിക്കവാറും ഡേറ്റ് വന്നിട്ട് ഒരു മാക്സിമം ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ മോഡിലേക്ക് പോകുന്നുണ്ടാവുള്ളൂ. അല്ലാത്തിടത്തോളം കാര്യം കണക്ക് തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ താങ്ക് യു ബേട്ടാ, ഇതിപ്പോൾ ഇവരോടെല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയതിന്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഏട്ടൻ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും അവരുടെ പ്രശ്നം അറിയണം എന്തായാലും. ഇതിപ്പോൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമല്ല ഈ നീറ്റിൻ്റെ പ്രശ്നങ്ങൾ. സാധാരണയായിട്ട് കുറേ പേര് എടുക്കുന്നത് സാധാരണയായിട്ട് എടുക്കും. കാരണം ഒരു എക്സാം അല്ലേ, അതിനെന്താണെന്ന രീതിയിലേക്ക് എടുക്കില്ല. പക്ഷെ മുമ്പത്തെ വെച്ച് അപേക്ഷിച്ച് ഇപ്പം നോക്കുമ്പോൾ നീറ്റ് ഒരു കറക്റ്റ് പാറ്റേണിലല്ല നടന്നു പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ MBBSകാരുടെ നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മാർക്കിങ്ങിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, ഗ്രേസ് മാർക്ക്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഓരോ കുട്ടികൾക്കും ഇത് വലിയൊരു സങ്കടമാണ് കൊടുക്കുന്നത്. കാരണം അവരെ ജെനുവിൻ ഹാർഡ് വർക്കിനൊരു വാല്യൂ ഇല്ലാതെ പോലെ ആവുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ എക്സാം ബോർഡ് ഇതൊരു കറക്റ്റായി നടത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ 3rd ടൈം പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ള ഈ ഒരു നീറ്റും ഇനി പോസ്റ്റ്പോൺ ചെയ്ത കറക്റ്റ് ഒരു പാറ്റേണിൽ നടക്കുമെന്ന് നമുക്ക് ആഗ്രഹിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഗുഡ് ബൈ.